മക്കളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമ്മളിതാ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് സ്വദേശത്തും വിദേശത്തും ഡൈനിങ് ടേബിളിന് ചുറ്റും പ്രാർത്ഥനാ മുറിയിലും വാഹനത്തിനൊക്കെ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്നവരുണ്ട്. എവിടെ ഇരുന്ന് നീ വചനം ശ്രവിച്ചാലും വചനമാകുന്ന യേശുവാണ് നിന്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഇന്നിതാ കർത്താവ് തരുന്ന വചനം സുഭാഷിത പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം. മകനെ, നിന്റെ പിതാവിന്റെ കൽപ്പന കാത്തുകൊള്ളുക, മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. അപ്പനും അമ്മയും ദൈവം ഈ ഭൂമിയിൽ തന്ന മാലാഖമാരാണ്, ദൈവങ്ങളാണ് അവര്, പാഠപുസ്തകങ്ങളാണ് അവര്. ദൈവം കഴിഞ്ഞാൽ അപ്പനും അമ്മയും അവരെ അനുസരിക്കുക. നല്ല പ്രായത്തോളം ഭൂമിയിൽ ഇരിപ്പാനായി അപ്പനെയും അമ്മയെയും അനുസരിച്ചാൽ നിന്റെ ജീവിതം ശോഭനമായി തീരും. ഞാനൊന്ന് പറയട്ടെ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിസ്സംഗത കൊണ്ടോ അപ്പന്റെ അമ്മയുടെ കണ്ണുനീര് വീഴാൻ ഇടയായാൽ നിന്റെ ജീവിതത്തിന് തിളക്കമുണ്ടാകുകയില്ല. കാരണം അപ്പന്റെ ത്യാഗം, അമ്മയുടെ പ്രാർത്ഥന, അതല്ലേ സഹോദര സഹോദരി ഇന്ന് നമ്മെ ഈ അവസ്ഥയിലേക്ക് ആക്കി തീർത്തത്. അതുകൊണ്ട് തിന്മകളിൽ നിന്ന് അകന്ന് ജീവിക്കാൻ, സംരക്ഷണം നൽകാൻ, സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കാൻ, പ്രാർത്ഥന കൊണ്ട് അതിനെ സമ്പന്നമാക്കാൻ അപ്പന്റെ ത്യാഗവും അമ്മയുടെ പ്രാർത്ഥനയുമാണ് നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ സ്നേഹിക്കുക, അവരെ സഹായിക്കുക, അവരെ ബഹുമാനിക്കുക. അതിലൂടെ കുടുംബത്ത് വലിയ ആത്മീയമായ സമ്പത്ത് കരഗതമാകാൻ ഇടവരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.